Hi everyone, welcome back to my channel. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. ഒരു അടിപൊളി നൈറ്റ് ഫേസ് സിറം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതും നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സൗമ്യ. നമ്മുടെ ചാനലിൽ കൂടുതലും ബ്ലോഗ്സും ബ്യൂട്ടി ടിപ്സും അതുപോലെ കുക്കിംഗ് വീഡിയോസും ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഫേസ് സിറം നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റും. കാരണം അത്ര എഫക്റ്റീവാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഫേസിന് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ നല്ലതായിട്ട് പിമ്പിൾസ് ഉള്ള സ്കിന്നിനും പിമ്പിൾസ് മാർക്കുള്ളതും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഫേസിന്റെ ഗ്ലോ കൂട്ടാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് സിറമാണിത്. ഇത് കൂടുതൽ നമ്മൾ നൈറ്റിന് യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മുഖമൊക്കെ ക്ലീൻ ചെയ്ത് നൈറ്റിന് യൂസ് ചെയ്ത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ എന്നിട്ട് മുഖം വാഷ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. ഓയിലി സ്കിന്നുകാർക്ക് 100% ബെസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത ഫസ്റ്റ് ഡേയുടെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇവിടെ ഒരു പിമ്പിൾസ് ഉള്ളതായിട്ട്. അപ്പോൾ 1 വീക്ക് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പിമ്പിൾസ് അങ്ങ് താന്നു പോയിട്ട് അതിന്റെ പാട് ഇങ്ങനെ കുറഞ്ഞ് ഇതുപോലായി. ഇപ്പൊ വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നോർമലി പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആകാനായിട്ട് വളരെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു സ്കിൻ അതുപോലത്തെ ഒരു സ്കിന്നാണ്. പക്ഷെ ഈ ഒരു സിറം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം എന്തായാലും കൂടുതൽ നമുക്ക് വീഡിയോയിലൂടെ കാണാം. റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് സിറം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങയാണ്. അപ്പോൾ നമുക്കിതിനായിട്ടൊരു 4-5 നാരങ്ങ മതി. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഫേസ് സിറം ഒരാഴ്ചത്തേക്കുള്ളത് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു നാരങ്ങ ചെറിയ പീസാക്കി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം, നല്ല 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നമ്മുടെ ആ തൊണ്ടൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. അങ്ങനെ അതിൻ്റെ വെള്ളം വറ്റിച്ചു കൊടുക്കണം. തിളപ്പിച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുണ്ടോ, ഇത്രയും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഈ നമ്മുടെ ഒരു നാരങ്ങയുടെ മിക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 ടീസ്പൂണാണ് ഞാൻ നമ്മുടെ ഈ ഒരു സിറം തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം 2 ടീസ്പൂൺ നമ്മുടെ നാരങ്ങയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് അലോവേര ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ബദാം ഓയിലാണ്. അതും 1 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. ബദാം ഓയിൽ ഉള്ളവർ അത് യൂസ് ചെയ്യുക, ഇല്ലാത്തവർക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചാലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രഷ് മഞ്ഞൾപ്പൊടിയാണ്, നമ്മുടെ കറിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാം. മഞ്ഞൾപ്പൊടി അല്ലാതെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരാണ്, ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. അതുപോലെ തന്നെ സ്റ്റിക്കി ഒന്നുമല്ല, നോൺ സ്റ്റിക്കിയാണ്. കണ്ടോ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ. അതുപോലെ ലൈറ്റ് ഒരുപാട് മഞ്ഞ കളർ ഇല്ലതാനും, എന്നാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബിൾ ആവുന്നുണ്ട്. സ്റ്റിക്നെസ് ഒന്നും കിട്ടില്ല. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നമ്മൾ എന്ത് ഓയിലാണോ ചേർക്കുന്നത് അത് 2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ ബദാം ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്ത ഫേസിൽ ഇതുപോലെ നൈറ്റിനൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് രാവിലെ ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഫേസിൽ കവിളിലായിട്ട് നിങ്ങൾക്ക് ഒരു പിമ്പിൾസ് കാണാൻ പറ്റും. അപ്പോൾ ആ പിമ്പിള് ശരിക്കും ഞാനിത് ഫസ്റ്റ് ഡേ, അതായത് ഞാൻ ഈ ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഡേയിലെ വീഡിയോ ആണിത്. അപ്പോൾ ഒരു 7th ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇനി ഇൻട്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇൻട്രോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പിമ്പിളിൻ്റെ മാർക്ക് മാത്രം ഫെയ്ഡ് ആയിട്ടുണ്ട്. ആ പിമ്പിള് അങ്ങ് സ്റ്റാർട്ടിങ് ആയിരുന്നു ഇത്. അപ്പോൾ അതങ്ങ് താന്നു പോയിട്ട് അതിൻ്റെ മാർക്കും ഫെയ്ഡ് ആയിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ, ലവ് യു.